150 ദിനരാത്രങ്ങൾ കടലിലൂടെ സഞ്ചരിച്ച ഇന്ത്യയുടെ അഭിമാനമായ, പ്രത്യേകിച്ച് കേരളത്തിന്റെ അഭിമാനമായ കീർത്തിചക്രം ലഭിച്ച അഭിലാഷ് ടോമിയാണ് ഇന്ന് നമ്മുടെ ഒപ്പം. അഭിലാഷ് ടോമിക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അഭിലാഷിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയൂ. 150 ദിവസം യു സെയിൽഡ്. അപ്പോൾ ഒറ്റയ്ക്കായിരുന്നു വള്ളത്തിൽ സേവ് ചെയ്തത്, അതുപോലെ തന്നെ കടലിലായിരുന്നു, യു വർ ഇൻ ദ ഓഷ്യൻ. അപ്പോൾ എന്തായിരുന്നു ഒരു ഫീലിംഗ്? ആക്ച്വലി ടോട്ടലി കട്ട് ഓഫ് ആയിരുന്നു. ഇൻ്റർനെറ്റ് ഉണ്ടായിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ ഞാൻ പറ്റുന്നത്ര എൻ്റെ പോസ്റ്റെല്ലാം ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഇൻ്റർനെറ്റ് എല്ലാം ഷട്ട് ഡൗൺ ചെയ്യായിരുന്നു. അപ്പോൾ ടോട്ടലി ഒരു ഐസൊലേറ്റഡ് ഫീലിംഗ് ആയിരുന്നു. പിന്നെ ഇത് ഒരു സാധാരണ ലാൻഡിലുള്ള ഐസൊലേഷൻ പോലത്തെ ഐസൊലേഷൻ അല്ല. അവിടെ എല്ലാ ദിവസവും കൊടുങ്കാറ്റോ മഞ്ഞോ എന്നാ വേണേലും എന്നുവെച്ചാൽ എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു എൻവയൺമെൻറ്റാണ്. പിന്നെ ചില ദിവസം നല്ല ചൂട് കാണും, ചില ദിവസം ഭയങ്കര തണുപ്പായിരിക്കും, ചില ദിവസം തിരക്ക് കണ്ട് 20 മീറ്ററിൻ്റെ പൊക്കം കാണും, ചിലപ്പം ഫ്ലാറ്റ് കാം സീസ് ആയിരിക്കും. പക്ഷേ എല്ലാ ദിവസവും അടുത്ത ദിവസം വരെ ലൈഫ് കാണുമോ ഇല്ലയോ എന്നുള്ളൊരു ഒരു ചിന്ത കാണും. ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ എൻവയൺമെൻ്റ് ആയിരുന്നു. 150 ദിവസം ഒരു ദിവസം പോലും റെസ്റ്റ് എടുക്കാതെ ഒറ്റയ്ക്ക് സ്ട്രെസ്ഫുൾ ഡേ ആൻഡ് നൈറ്റ്. എന്നുവെച്ചാൽ ഡേ ടൈമിൽ സെയിലിംഗ് ചെയ്യുക, രാത്രിക്ക് സ്റ്റോപ്പ് ചെയ്യുക, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. 24 മണിക്കൂറും ബോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഉറങ്ങാനും കിട്ടത്തില്ലായിരുന്നു. പിന്നെ അവസാനം അപ്പോഴത്തേക്ക് വെള്ളം തീർന്നു പോയി. കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഉത്തരത്തിനകത്ത് ഇതെല്ലാം ഒന്നും പറഞ്ഞു തരാൻ പറ്റത്തില്ല. ഫുഡ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ഫുഡ് ഡിഫൻസ് ഫുഡ് റിസർച്ച് ലബോറട്ടറീസ് അവരേതാണ്ട് 150 പാക്കറ്റ് പ്രീ കുക്ക് മീൽസ് ഫ്രീ ആയിട്ട് വന്നായിരുന്നു. പിന്നെ എൻ്റെ അനിയൻ ന്യൂസിലാൻഡിൽ നിന്ന് ഫ്രീസ് ഡ്രൈ പാക്കറ്റ്സ് അയച്ചായിരുന്നു. അത് മൗണ്ടനിയേഴ്സ് ക്യാരി ചെയ്യുന്ന ഫുഡാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മൾ ചൂടുള്ള അതിനകത്ത് ഒഴിച്ചാൽ അത് ഫുഡായി മാറും. അതെല്ലാം അരി കൊണ്ടുപോയി, ദാല് കൊണ്ടുപോയി, ഉണക്കമീൻ കൊണ്ടുപോയി, മീൻ സംബന്ധി കൊണ്ടുപോയി, കുറേ അച്ചാറ് കൊണ്ടുപോയി, അതെല്ലാം കുട്ടിയെ കഴിച്ചാൽ. ചെറുപ്പം തൊട്ട് ഇതിലൊക്കെ വേണ്ടി ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇങ്ങനെ വെൽഡായ ഇങ്ങനെ പോകുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ചെറുപ്പം തൊട്ട് കടലിനോടൊരു അടുപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ഇതിലോട്ട് കയറുമെന്ന് അറിയത്തില്ലായിരുന്നു. ചെറുപ്പം ഞാൻ തൃഷ്ണയുടെ സർക്കം നാവിഗേഷനെ പറ്റി വായിച്ചായിരുന്നു. തൃഷ്ണ ലോകം ചുറ്റിക്കറങ്ങിയായിരുന്നു, ആർമി എക്സ്പീഡിഷനായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി വായിച്ചായിരുന്നു. അത് 2ാം 3ാം ക്ലാസ്സിലാണ് അതിൻ്റെ ഡോക്യുമെൻ്ററി ഞാൻ TV കണ്ടത്. അപ്പം തൊട്ട് ഒരു അടുപ്പം തോന്നി തുടങ്ങിയിരുന്നു. പിന്നെ വളരുന്ന സമയത്ത് വായിച്ച ബുക്സ് എല്ലാം ഈ സീ അഡ്വെഞ്ചേഴ്സിനെ പറ്റിയായിരുന്നു. പിന്നെ 12 കഴിഞ്ഞപ്പം എൻജിനീയറിങ്ങും മെഡിസിൻ എൻട്രൻസും ക്ലിയർ ആയിരുന്നു സ്റ്റേറ്റിൻ്റെ. പക്ഷേ അത് രണ്ടും വിട്ടിട്ട് ഞാൻ നേവി ജോയിൻ ചെയ്തു. പിന്നെ നേവി ജോയിൻ ചെയ്തിട്ട് ഞാൻ സെയിലിംഗ് സ്പോർട്ടായിട്ട് എടുത്തു. എല്ലാവരും എന്നിലും ഓരോ സ്പോർട്ട് എടുക്കണമല്ലോ. അപ്പോൾ ഞാൻ സെയിലിംഗ് ഒരു സ്പോർട്ടായിട്ട് എടുത്തു. അതിൽ നിന്ന് ഓരോ ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു. ഫൈനലി ഒരു നോൺ സ്റ്റോപ്പ് സർക്കം നാവിഗേഷൻ ചെയ്യാനായിട്ട് ചാൻസ് കിട്ടി. എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്? ഡാഡി നേവിയിലായിരുന്നു. അപ്പം എല്ലാ 2-3 കൊല്ലത്തിലും ട്രാൻസ്ഫർ ആകുമായിരുന്നു. അപ്പോൾ കാരണം ഞാൻ 12 കൊല്ലത്തിൽ 6 സ്കൂൾ മാറിയിട്ടുണ്ട്. പിന്നെ മദർ ഹോം മേക്കറാണ്. ഒരു യങ്കർ ബ്രദറുണ്ട്, അനീഷ് എന്ന പേര്. അനീഷ് ഇപ്പം ന്യൂസിലാൻഡിലാണ്. ഓക്കെ. അപ്പോൾ എങ്ങനെയായിരുന്നു ഇതിലോട്ട് ഒരു സ്റ്റെപ്പ്, നേവിയിലോട്ട് ഒരു സ്റ്റെപ്പ് എങ്ങനെയായിരുന്നു ആദ്യം? ഡാഡി നേവിയിലായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിലോട്ട് നേവി ജോയിൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ 12ൽ എഞ്ചിനീയറിംഗ് മെഡിസിൻ കിട്ടിയിട്ടും പേരൻസ് പറഞ്ഞായിരുന്നു, നീ എന്നെ എഞ്ചിനീയറിംഗ് ചെയ്യാത്ത, ഗവൺമെൻറ് സർവീസ് ചെയ്യാൻ ഇത്രയും ആഗ്രഹമാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് IAS എഞ്ചിനീയറിംഗോ മെഡിസിനോ കഴിഞ്ഞിട്ട് IAS എഴുതി പോകാനായിട്ട്. എനിക്ക് ഒരു വെള്ള യൂണിഫോം ഇടണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഓക്കെ. സോളോ സെയിലിംഗ് ആയിരുന്നു, റൈറ്റ്? ആൻഡ് സെക്കൻഡ് ഇൻ ഏഷ്യ ആൻഡ് യു വർ ഫസ്റ്റ് അമോങ്സ് ദ ഇന്ത്യൻസ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തായിരുന്നു? ലൈക്ക് യു ബിക്കെയിം ദ പ്രൈഡ് ഫീലിംഗ് ഫോർ ഇന്ത്യൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ചെറിയ വോയേജ് ചെയ്തായിരുന്നു ട്രെയിനിങ്ങിൻ്റെ പാർട്ടായിട്ട് കേപ്പ് ടൗണിൽ നിന്ന് പോകാൻ വരെ. അപ്പോൾ അത് സോളോ ആയിരുന്നു. ആ സോളോ എക്സ്പീരിയൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് കാരണം ഞാൻ ഈ നോൺ സ്റ്റോപ്പ് സർക്കം നാവിഗേഷന് പോയത് എനിക്ക് വേണ്ടിയിട്ടൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. റെക്കോർഡൊക്കെ തന്നെ ഉണ്ടായിപ്പോയി. തിരിച്ചൊന്ന് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തില്ലായിരുന്നെങ്കിലും എനിക്കൊരു വ്യത്യാസം വരത്തില്ലായിരുന്നു. ബട്ട് ഐ എം ഹാപ്പി ദിസ് പ്രൊജക്റ്റ് ഹാസ് ബീൻ സക്സസ്ഫുൾ. ഈ പ്രൊജക്റ്റ് കാരണം ഇന്ത്യയിലെ കുറേ ആൾക്കാർക്ക് ഈ കടൽ എന്നാ അവർ അറബിക്കടലും ബംഗാളും വിട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇന്ത്യൻ ഓഷ്യൻ, പസഫിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യനെ കുറിച്ച് കുറേയൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞ് കുറേ സ്കൂളിലെ പിള്ളേർക്ക് ഒത്തിരി ക്യൂരിയോസിറ്റി തുടങ്ങിയിട്ടുണ്ട് ഈ ഓഷ്യൻ സെയിലിങ്ങിനെ പറ്റി. സോ ഐ എം ഗ്ലാഡ് ദാറ്റ് ഇറ്റ് കോട്ട് ദി അറ്റൻഷൻ ഓഫ് ദ കൺട്രി ദിസ് വേ. Any motivation or any role model or you've come across anybody ആരെയും കണ്ടുമുട്ടാൻ വല്ല സാധ്യത എന്തെങ്കിലും ഉണ്ടായിരുന്നു? റോൾ മോഡൽസ് എന്ന് വെച്ചാൽ കുറേ ഉണ്ടായിരുന്നു. സെയിലിങ്ങിൽ എനിക്ക് ഏറ്റവും ആദ്യം ഈ ഓഷ്യൻ സെയിലിങ്ങിലോട്ടൊരു ആക്ച്വലി അട്രാക്ഷൻ തോന്നിയത് ഒരു
ഫ്രഞ്ച് വുമൺ ഉണ്ട്, ഇസബെൽ ഓട്ടിസിയർ എന്നായിരുന്നു അവരുടെ പേര്. അപ്പോൾ അവരൊരു സോളോ റൗണ്ട് ദ വേൾഡ് റേസിൽ എല്ലാ ലെഗിലും ആണുങ്ങളെ തോപ്പിച്ച് മുന്നേ വരുമായിരുന്നു. അവർക്ക് ആ റേസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഈ യുനോ ഒരു പെണ്ണായിട്ടും ആണുങ്ങളെ തോപ്പിച്ച്, അതും ഓഷൻ സെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഡിഫിക്കൽട്ട് സ്പോർട്ടിൽ ഇങ്ങനെ ഒരു ഇത് ചെയ്യാൻ പറ്റിയ കാരണം ഷീ കോട്ട് മൈ അറ്റൻഷൻ. ഐ വാസ് റിയലി അട്രാക്റ്റഡ് ടു ദ ഫാക്ട് ദാറ്റ് ഷി വാസ് ഡൂയിങ് സംതിങ് ലൈക്ക് ദിസ്. അങ്ങനെ ഒരു സോളോ സെയിലിങ്ങിലോട്ടൊരു താല്പര്യം തുടങ്ങിയത്. ഇനി അത് കഴിഞ്ഞിട്ട് കമാൻഡർ ദോണ്ടെ, എൻ്റെ മെൻറ്റോർ, അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ സോളോ സർക്കംനാവിഗേറ്റർ, ഹി വാസ് ആൻ ഇൻസ്പിറേഷൻ. പിന്നെ ഞാൻ ജോൺ സാൻഡേഴ്സിനെ കണ്ട്. ജോൺ സാൻഡേഴ്സ് 3 പ്രാവശ്യം ബാക്ക് ടു ബാക്ക് സോളോ നോൺ സ്റ്റോപ്പ് സർക്കംനാവിഗേറ്റ് ചെയ്തു. അങ്ങനെ ലോകം 8 പ്രാവശ്യം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ജോൺ മാർട്ടിൻ, സൗത്ത് ആഫ്രിക്കയുടെ ജോൺ മാർട്ടിനെ കണ്ട്. പിന്നെ ഫസ്റ്റ് അമേരിക്കൻ ടു ഡു എ സോളോ നോൺ സ്റ്റോപ്പ് സർക്കംനാവിഗേഷൻ മാർക്ക് ഷ്രൈഡറിനെ ഞാൻ ഫോക്ലൻഡ് ഐലൻഡ്സ് വെച്ച് കണ്ടായിരുന്നു. ഇതൊരു ചാലഞ്ചിങ് ഘട്ടമായിരുന്നു. എങ്ങനെയായിരുന്നു ഇതിനെ എടുത്തത്? ലൈഫിൽ ഒരു ചാലഞ്ചിങ് ഘട്ടമായിട്ടോ അതർവൈസ് അതോ ഒരു ഫ്ലോയിൽ പോയതാണ്? ഞാനൊരു ഇൻ്റർവ്യൂവിന് പോയപ്പോഴത്തേക്ക് ആരാണ്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞായിരുന്നു, ഹീസ് എ പേഴ്സൺ ഹു സ്റ്റെപ്ഡ് ഔട്ട് ഓഫ് ഹിസ് കംഫർട്ട് സോൺ ടു ഡു സംതിങ് ബിഗ്. അപ്പോൾ ആക്ച്വലി ഞാൻ 3 കൊല്ലം ട്രെയിൻ ചെയ്തായിരുന്നു ഇതിന് വേണ്ടിയിട്ട്. 1 കൊല്ലം ഞാൻ ബോട്ടിൽ തന്നെ താമസിച്ചായിരുന്നു. അപ്പോൾ ഇറങ്ങിയപ്പോൾ ഐ ഡോണ്ട് ഫീൽ ആസ് ഇഫ് ഐ എം ഔട്ട്സൈഡ് മൈ എൻവയൺമെൻറ്റ്. ഐ വാസ് വെരി ഹാപ്പി ആൻഡ് കംഫർട്ടബിൾ ദേ. ചലഞ്ച് ആയിരുന്നു, ബട്ട് ഐ വാസ് സോ കംഫർട്ടബിൾ ഇൻ ദാറ്റ് എൻവയൺമെൻറ്റ് ദാറ്റ് ഇറ്റ് വാസ് നോട്ട് സച്ച് എ ബിഗ് ചലഞ്ച്. സാഗർ പരിക്രമ അതിൽ ഒരു പാർട്ട് 2 ആയിരുന്നു. അപ്പോൾ പാർട്ട് 1ലും സാറിൻ്റെ പേര് എടുത്തിട്ടുണ്ട്. സോ വാട്ട് ഡു യു വോണ്ട് ടു സേ അബൌട്ട് ഇറ്റ്, പാർട്ട് 1 ആൻഡ് പാർട്ട് 2? അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? സാഗർ പരിക്രമ തുടങ്ങിയത് ഒരു റിട്ടയർഡ് അഡ്മിറലാണ്, അഡ്മിറൽ മനോഹർ റാവത്തി. അപ്പോൾ അങ്ങേരുടെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഇന്ത്യക്കാരൻ ഒറ്റയ്ക്ക് പായ്വഞ്ചി കപ്പലിൽ ലോകം ചുറ്റിക്കറങ്ങി വരണമെന്ന്. അങ്ങനെയാണ് സാഗർ പരിക്രമ തുടങ്ങിയത്. അഡ്മിറൽ റാവത്തി ഈ പ്രപ്പോസൽ കൊണ്ട് നേവിയുടെ അടുത്ത് നിന്ന് നേവിയിൽ അഡ്മിറൽ അരുൺ പ്രകാശ് ഈ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തു. ഡിഫൻസ് മിനിസ്റ്റർ എന്ന് മിസ്റ്റർ പ്രണബ് മുഖർജി ആയിരുന്നു. അപ്പം ഡിഫൻസ് മിനിസ്റ്റർ ഏതാണ്ട് 6.5 കോടി രൂപ അതിന് വേണ്ടിയിട്ട് സാങ്ഷൻ ചെയ്തു. അങ്ങനെയാണ് ഈ പ്രൊജക്റ്റ് തുടങ്ങുന്നത്. പിന്നെ അവർ ഒരു വന്നപ്പോഴും വെൽക്കം ചെയ്തതും പ്രണബ് മുഖർജി. കറക്റ്റ്. അപ്പം ഈ പ്രൊജക്റ്റ് എങ്ങനെയാണ് തുടങ്ങുന്നത്? പിന്നെ അവരൊരു വോളണ്ടിയറിനെ തേടി ചെന്നപ്പോഴത്തേക്ക് കമാൻഡർ ദോണ്ടെ വോളണ്ടിയർ ചെയ്തു. കമാൻഡർ ദോണ്ടെ ബോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് അങ്ങയുടെ കമാൻഡർ ദോണ്ടെ വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ അങ്ങയുടെ സർക്കംനാവിഗേഷൻ ഉണ്ട്, അങ്ങേർക്ക് ഒരു അസിസ്റ്റൻറ്റിനെ വേണമായിരുന്നു. എന്നുവെച്ചാൽ ബോട്ട് എപ്പോൾ കരയ്ക്ക് എത്തിയാലും ഒരാൾ ടേക്ക് ഓവർ ചെയ്തിട്ട് അതിൻ്റെ റിപ്പയർ ചെയ്യുക, അതിൻ്റെ പ്രൊവിഷനിങ് ചെയ്യുക, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ക്ലീൻ ഷിപ്പ് എല്ലാം ഈ പണിയെല്ലാം ചെയ്യാനായിട്ട്. ഫൈനലി നേവി വോളണ്ടിയർ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ പേര് കൊടുത്തു. അപ്പോൾ ആ സമയം എനിക്ക് വോൾവോ ഓഷൻ റേസിൽ യോട്ട് സർവീസസ് മാനേജറായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ സർ സി വി രാമൻ്റെ മകൻ്റെ കൂടെ ഞാൻ ഒമാനിൽ നിന്ന് യമൻ വരെ സെയിൽ ചെയ്തായിരുന്നു. അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു എറിക്സൺ 1 എന്ന് പറഞ്ഞൊരു ബോട്ട് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ കൊച്ചിയിൽ നിന്ന് ബോംബെ വരെ സെയിൽ ചെയ്തായിരുന്നു. പിന്നെ കുറച്ച് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഈവൻറ്റ്സിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു. അപ്പം ആ എക്സ്പീരിയൻസ് കാരണം നേവി എന്നെ കമാൻഡർ ദോണ്ഡയുടെ അസിസ്റ്റൻ്റ് ആയിട്ട് എടുത്തത്. അപ്പോൾ അവിടെ നിന്നാണ് എൻ്റെ സാഗർ പരിക്രമ 1 ഇൻവോൾവ്മെൻറ്റ് തുടങ്ങുന്നത്. പിന്നെ കമാൻഡർ ദോണ്ഡയുടെ വോയേജ് ഒരു സക്സസ് ആകുമെന്ന് പറഞ്ഞപ്പം അഡ്മിറൽ റാവത്തി വിചാരിച്ചു നമുക്ക് ഇതിൻ്റെ വിൽ ടേക്ക് ഇറ്റ് 1 സ്റ്റെപ്പ് ഹയർ, ഇതിനേക്കാളും കുറച്ചുകൂടെ ഡിഫിക്കൽട്ടായ ഒരു വോയേജ് ചെയ്യാമെന്ന്. ആൻഡ് ദാറ്റ് വാസ് എ നോൺ സ്റ്റോപ്പ് സർക്കംനാവിഗേഷൻ. നോൺ സ്റ്റോപ്പ് സർക്കംനാവിഗേഷൻ വേണ്ടിയിട്ട് അഡ്മിറൽ റാവത്തി എന്നോട് ചോദിച്ചു ക്യാൻ യു ഡു ഇറ്റ്, ആൻഡ് ഐ ഇമ്മീഡിയറ്റ്ലി സെഡ് യെസ്. സോ ദാറ്റ്സ് ഹൗ ഇറ്റ് സ്റ്റാർട്ട്സ്. ആൻഡ് പ്രസിഡന്റ് മിസ്റ്റർ പ്രണബ് മുഖർജി കെയിം ടു റിസീവ് മീ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ആദ്യത്തെ ബുക്ക് ഞാൻ പ്രസൻറ്റ് ചെയ്യാനായിട്ട് രാഷ്ട്രപതി ഭവനിൽ പോയിരുന്നു. അപ്പോൾ ഈ ടോൾഡ് മീ ദാറ്റ് ഹി ഈസ് വെരി ഹാപ്പി ദാറ്റ് സംതിങ് ദാറ്റ് ഹീ സ്റ്റാർട്ടഡ് ഹാസ് റീച്ച്ഡ് സച്ച് എ ഹൈ ലെവൽ വൈൽ ഹീ ഈസ് സ്റ്റിൽ സെർവിങ്. പിന്നെ അതുപോലെ തന്നെ എങ്ങനെയായിരുന്നു ഒരു ഫീലിംഗ്, ഇത് 150 days ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ തിരിച്ചു വരാണ്, അതുപോലെ തന്നെ ഇതിനു വേണ്ടി തുടക്കം തുടങ്ങിയപ്പോൾ തന്നെ എന്തായിരുന്നു ഒരു ഫീലിംഗ്? തുടക്കം തുടങ്ങിയപ്പോൾ എനിക്കൊരു റിലീഫാണ് എക്സ്പീരിയൻസ് ചെയ്തത്. അവസാന നിമിഷം വരെ ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു എന്തെങ്കിലും പറ്റി നേവി പോകണ്ടെന്ന് പറഞ്ഞാലോ എന്ന്. അപ്പോൾ അവിടെ പിന്നെ അവസാന നിമിഷം വരെ ഒരു 2-3 മണിക്കൂർ ആയതുകൊണ്ട് ഉറങ്ങാൻ കിട്ടത്തോളം അത്രയ്ക്കും പ്രിപ്പറേഷൻ ആയിരുന്നു. പ്രിപ്പയർ ചെയ്ത് ഫൈനലി ആ ചടങ്ങെല്ലാം കഴിഞ്ഞ് ഇറങ്ങി ആ നോയ്സ് എല്ലാം ഒന്ന് കട്ട് ഓഫ് ആയപ്പോഴാണ് ഒരു റിലീഫ് വന്നത്. പിന്നെ ഇനി ഒരു 150 ദിവസം എൻ്റെ ലൈഫിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ആണെന്നൊരു എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഐ വാസ് വെരി ഹാപ്പി വെൻ ഐ ലെഫ്റ്റ്. ഇത് തിരിച്ചു വന്നപ്പം ഇന്ത്യ ഈസ് നോൺ ടു ബി എ സീ ബ്ലൈൻഡ് കൺട്രി. ആൾക്കാർ ഈ കടലിനെ കുറിച്ച് അധികം ഒന്നും അറിയത്തില്ല, ഒരു ക്യൂരിയോസിറ്റി ഇല്ല. അവരെപ്പോഴും ക്രിക്കറ്റ് എന്നും പറഞ്ഞ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ.
അപ്പം ഇന്ത്യൻ മീഡിയ ഇതിനെ ഇത്രയും വലിയൊരു ന്യൂസ് ആക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ലായിരുന്നു. തിരിച്ചു വന്നപ്പം പ്രസിഡന്റ് തന്നെയാണ് എന്നെ റിസീവ് ചെയ്യാൻ വന്നത്. അത് കാരണം ഇറ്റ് ബിക്കം വെരി വെരി ബിഗ് ന്യൂസ്. എല്ലാ ന്യൂസ് പേപ്പറിലും ഫ്രണ്ട് പേജ് ന്യൂസ് ആയിരുന്നു. എല്ലാ ചാനൽസും അത് ക്യാരി ചെയ്ത് ഓൾ അക്രോസ് ദ കൺട്രി. ചില ന്യൂസ് പേപ്പേഴ്സിൽ അത് ഡബിൾ പേജ് ന്യൂസ് അല്ലെങ്കിൽ ഫുൾ സ്പോർട്സ് പേജ് ന്യൂസൊക്കെ ആയിരുന്നു. ഐ റിയലി ഡിഡ്ന്റ് എക്സ്പെക്ട് ഇറ്റ് ടു ബിക്കം സച്ച് ബിഗ് ന്യൂസ്. ആൻഡ് 150 ദിവസം ഒറ്റയ്ക്ക് ആരെയും കാണാതെ ആരോടും സംസാരിക്കാതെ ജീവിച്ചിട്ട് സഡൻലി കരയ്ക്ക് വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും എവ്രിബഡി വാണ്ട്സ് ടു ഇൻട്രാക്ട് വിത്ത് മീ. ടി വി ഇൻ്റർവ്യൂ എല്ലാം രാവിലെ 7 മണി തൊട്ട് രാത്രി 1 മണി വരെ നടക്കുന്നത്. ടി വി ആൻഡ് ന്യൂസ് പേപ്പർ ഇൻ്റർവ്യൂസ്. സോ ഇറ്റ് ബിക്കേം 180-degree flip. It was a complete change from what I was experiencing. പിന്നെ ഈ സൊസൈറ്റി ആയിട്ട് 150 ദിവസം കട്ട് ഓഫായി കിടക്കുന്ന കാരണം നമ്മളുടെ ഉള്ളിൽ തന്നെ കുറേ മാറ്റങ്ങൾ വരും. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇതെല്ലാം നടക്കുന്ന കണ്ടിട്ട് എനിക്കൊരു ടോട്ടലി ഡിറ്റാച്ച്ഡ് ഫീലിംഗ് ആയിരുന്നു. ഈ സിനിമ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന പോലെയായിരുന്നു. ആൾക്കാർ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്, ഏതാണ്ടൊക്കെ ചെയ്യുന്നുണ്ട്, നമുക്കിവിടെ ഇരുന്നത് കണ്ടാൽ മതി, ഇൻവോൾവ് ആവേണ്ട ആവശ്യമില്ലെന്ന്. അപ്പം ദാറ്റ് വാസ് ദ ഫസ്റ്റ് ഫ്യൂ ഡേയ്സ്. പിന്നെ വേറൊരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. കടലിൽ എൻ്റെ ഒരു ടോട്ടലി ഡിഫറെൻറ്റ് റുട്ടീനായിരുന്നു. ആ ഉറക്കത്തിൻ്റെ പാറ്റേൺ തന്നെ സെറ്റ് ആകാനായിട്ട് ഏകദേശം 150 ദിവസം ഒരു 6-7 മാസം എടുത്ത് തിരിച്ചു വന്നിട്ട്. ഫാമിലി എന്തായിരുന്നു പറഞ്ഞത് പോകുന്നതിന് മുമ്പ് ഫാമിലിക്ക് സാധാരണ ഫാമിലീസിനെ പോലെ അപ്രഹെൻഷൻസ് ഉണ്ടായിരുന്നു. പോകേണ്ട എന്തിനാണ് പോകുന്നത്, നേവി പൈലറ്റ് അല്ലേ, പോയി പ്ലെയിൻ പറപ്പിച്ചിട്ട് തിരിച്ചു പോവാ, നിനക്ക് വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കമേഴ്ഷ്യൽ എയർലൈനിൽ സിവിൽ പൈലറ്റ് ആകാനായിട്ടൊക്കെ പറയുമായിരുന്നു. പക്ഷേ പതുക്കെ പതുക്കെ ഞാൻ പേരൻസിനെ കൺവിൻസ് ചെയ്തെടുത്ത്. ആൻഡ് അവസാനം ഞാൻ പോയപ്പോഴത്തേക്ക് അവർ ഫുൾ സപ്പോർട്ടായിരുന്നു. അവർക്കൊരു തിരിച്ചു വന്നപ്പോൾ മകൻ ഇത്രയും പ്രശസ്തി നേടിയ ഒരു ആളായിട്ട് മാറി. ഫാദർ വാസ് വെരി പ്രൗഡ്. പക്ഷേ അമ്മയ്ക്ക് ഇതുകൊണ്ട് ഒരു മാറ്റവും വരത്തില്ല. ഷീ ഓൾവേസ് സീസ് യു ആസ് എ സൺ. ആൻഡ് യുവർ ഫ്രണ്ട്സ്? See, for my friends I'm still the same person. Okay. എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ കാറ്റഗറൈസ് ചെയ്യുന്നത് ഐ ഗോട്ട് 2 different kinds of friends. ഞാൻ പോകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഫ്രണ്ട്സും തിരിച്ചു വന്നിട്ടുള്ള ഫ്രണ്ട്സും. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് ദേ സ്റ്റിൽ സീ മീ ലൈക്ക് ദാറ്റ്. എൻ്റെ നേവിയിലെ സീനിയേഴ്സ് അവരെല്ലാവരും എന്നെ അവരുടെ ജൂനിയറായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ടുണ്ടായ ഫ്രണ്ട്സ് എല്ലാവരും ദേ ലുക്ക് അറ്റ് മീ ഡിഫറെൻ്റ്ലി. ആൻഡ് എനിക്ക് ഒരു ഐ കാൻ ഡൈജസ്റ്റ് ഇറ്റ്. പസഫിക് ഓഷനിലെ കേപ്പ് ഹോൺ കൂടെ ഇന്ത്യൻ പതാകയായിട്ട് പോകുമ്പോൾ എന്തായിരുന്നു ഫീലിംഗ്? അതിൻ്റെ പുറകിലൊരു കഥയുണ്ട്. ഞാൻ ഇറങ്ങിയപ്പം ഫസ്റ്റ് നമ്പർ ആയിരുന്നു ഡിപ്പാർച്ചർ ഡേറ്റ് ഫിക്സ്. അത് കേരള ഫൗണ്ടേഷൻ്റെ ആയിരുന്നു. ഞാൻ ഇറങ്ങിയപ്പോൾ നേവി എന്നോട് ചോദിച്ചു മറ്റേ ETS എന്നാണ്, എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ, എല്ലാ ചെക്ക് പോയിൻറ്റും. ഫസ്റ്റ് ചെക്ക് പോയിൻറ്റ് വാസ് കേപ്പ് ലൂയിൻ, രണ്ടാമത്തെ ചെക്ക് പോയിൻറ്റ് ന്യൂസിലൻഡ്, മൂന്നാമത്തെ ചെക്ക് പോയിൻറ്റ് കേപ്പ് ഹോൺ, നാലാമത്തേത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ആയിരുന്നു. അപ്പോൾ ഞാനൊരു അപ്രോക്സിമേറ്റ് ഡേറ്റ്സ് കൊടുത്ത് ഡിസംബറിൽ ഞാൻ ഓസ്ട്രേലിയ റൗണ്ട് ചെയ്യും, ജാനുവരി ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഫെബ്രുവരി ആകുമ്പം കേപ്പ് ഹോണിലായിരിക്കും. അപ്പോൾ അവർ പറഞ്ഞില്ല എക്സാക്ട് ഡേറ്റ്സ് വേണം. ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴത്തേക്ക് 31 ജാനുവരി ആയിരുന്നു ഞാൻ കേപ്പ് ഹോൺ റൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കാൽക്കുലേഷൻ തന്നെ ഒരു വളരെ റൗണ്ട് അബൌട്ട് കാൽക്കുലേഷൻ. കാരണം വെച്ചാൽ ബോട്ടിന് എന്നാ പ്രശ്നം വരുമോ, അതോ കാറ്റ് എങ്ങനെയായിരിക്കുമോ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്രോക്സിമേറ്റ്ലി 31 ജാനുവരി എന്നാണ് കൊടുത്തത്. പക്ഷെ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് 26 ജാനുവരി കേപ്പ് ഹോൺ റൗണ്ട് ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പസഫിക്കിലെത്തിയപ്പോഴത്തേക്ക് അതൊരു പോസിബിലിറ്റി ആയിട്ട് ഞാൻ കണ്ടു. ഞാൻ നേവിക്ക് അഡ്മിറൽസ് നേവൽ ഹെഡ് ക്വാർട്ടേഴ്സിനൊക്കെ ഒരു ചെറിയ മെസ്സേജ് അയച്ചു 26 ജാനുവരി ഞാൻ റൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇമീഡിയറ്റ്ലി അവർ റിപ്ലൈ ചെയ്ത റിസ്ക് ഒന്നും എടുക്കണ്ട, ആവശ്യമില്ലാത്ത ഒന്നും ചെയ്യേണ്ട, നീ എന്ന് റൗണ്ട് ചെയ്യുന്നോ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, എന്ന് വേണമെങ്കിലും റൗണ്ട് ചെയ്ത് പറഞ്ഞിട്ട്. ഫൈനലി ഞാൻ കുറേ പ്ലാൻ ചെയ്ത് കുറേ റിസ്ക് എടുത്തിട്ടാണ് 26 ജാനുവരിക്ക് റൗണ്ട് ചെയ്തത്. 26 ജാനുവരി കേപ്പ് ഹോൺ റൗണ്ട് ചെയ്തത് ഐ തിങ്ക് വാസ് ദ ബിഗ്ഗസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ്. അന്ന് എൻ്റെ പേരൻസിൻ്റെ വെഡിങ് ആനിവേഴ്സറിയും കൂടെ ആയിരുന്നു. ആൻഡ് അന്ന് നാഷണൽ ഫ്ലാഗ് എന്നോട് hoist ചെയ്തു. It was a very very proud moment, the biggest day in my life. ഏതെങ്കിലും കൺട്രി കൂടെ ഇങ്ങനെ സെയിൽ ചെയ്ത് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഹേർഡിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇടയിൽ വെച്ച് ഒരു സൈക്ലോണോ എന്തെങ്കിലും? ഈ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഇല്ലേ, ആ ട്രോപ്പിക് ക്രോസ് ചെയ്ത് സൗത്തിലോട്ട് പോകുമ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺ കിട്ടും. അപ്പം സൈക്ലോൺസ് എന്ന് വെച്ചാൽ അവിടെ ഒരു നോർമൽ അഫെയർ ആണ്. ഇറ്റ്സ് നോട്ട് എൻ എക്സെപ്ഷൻ. അത് ആഴ്ച ഒരു പ്രാവശ്യം വെച്ച് കിട്ടുമായിരുന്നു. ഞാൻ ഇറങ്ങിയപ്പം അന്ന് സൈക്ലോൺ നീലം കിട്ടി എനിക്ക് അറേബ്യൻ സീൽ. സൈക്ലോൺ നീലമിൻ്റെ മാക്സിമം വിൻഡ് സ്പീഡ് ആണ്ട് 40 നോട്ടാണ്, 80 kmph സ്പീഡിലായിരുന്നു എൻ്റെ. ഈ കാപ്രിക്കോൺ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ക്രോസ് ചെയ്താൽ നമ്മുടെ ഓൾമോസ്റ്റ് വൺസ് എ വീക്ക് 60-70 നോട്ട്, 150 കിലോമീറ്റർ സ്പീഡിൽ ഒരു പ്രാവശ്യം എല്ലാ ആഴ്ചയും വിൻഡ് സ്പീഡ് കിട്ടുമായിരുന്നു. ഞാൻ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്താണ്ട് 100 കിലോമീറ്ററിൻ്റെ സ്പീഡ് കാറ്റുണ്ടായിരുന്നു. കേപ്പ് ഹോൺ ക്രോസ് ചെയ്ത് അടുത്ത ദിവസം 120 ഉണ്ടായിരുന്നു. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ക്രോസ് ചെയ്ത് അന്ന് എനിക്ക് 140-150 കിലോമീറ്റർ സ്പീഡിലാണ് കാറ്റ് കിട്ടിയത്.
ഏതെങ്കിലും ടഫസ്റ്റ് പ്ലേസ് ആയിട്ട് തോന്നിയോ ഇങ്ങനെ സെയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട്? അങ്ങനെയൊന്നുമില്ലായിരുന്നു. പക്ഷേ പസഫിക് എനിക്ക് ഒരു എന്നാ മെൻ്റലി ടയറിങ് എക്സ്പീരിയൻസ് ആയിട്ടുള്ളൂ. കാരണം വെച്ചാൽ പസഫിക്കിൽ ഒന്നാമത് ഏതാണ്ട് 50 to 60 ഡിഗ്രി സൗത്തിലാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അവിടെ തണുപ്പെന്ന് വെച്ചാൽ 3-4 ഡിഗ്രിയാണ്. നമ്മൾ മലയാളികളായ കാരണം തണുപ്പ് ഇത്രയും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ ഒരിക്കലും. പിന്നെ സൂര്യനെ കാണാനില്ല, എപ്പോഴും ഫോഗി ആയിരിക്കും, 1 കിലോമീറ്റർ ദൂരെ കൂടുതൽ കാണാൻ പറ്റത്തില്ല. അതിൻ്റെ പുറത്ത് ഇത്രയും സൗത്ത് സെയിൽ ചെയ്യുന്ന കാരണം ഐസ്ബർഗ്സിൻ്റെ ത്രെറ്റ് ഉണ്ട്. ഐസ്ബർഗ്സ് റഡാറിൽ കിട്ടത്തില്ല, എസ്പെഷ്യലി ഗ്രൗലേഴ്സ് എന്ന് പറയുന്ന ഇതുണ്ട്, അത് വെള്ളത്തിൻ്റെ അടിയിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫിസിക്കലി വിഷ്വൽ ലുക്ക് ഔട്ട് വെക്കണം. അപ്പോൾ ആ തണുപ്പത്ത് ബോട്ടിൻ്റെ പുറത്ത് ഇരുന്ന് 24 മണിക്കൂറും ഐസ്ബർഗ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കി വളരെ ഒരു ടയറിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സണ്ണില്ല, വെയിലില്ല, ഭയങ്കര കാറ്റായിരുന്നു അവിടെ. പിന്നെ പസഫിക് എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വൈഡസ്റ്റ് ഓഷനാണ്. അപ്പോൾ ഇതെല്ലാം കാരണം മെൻ്റലി ഒരു ടയറിങ് എക്സ്പീരിയൻസ് ആയിരുന്നു പസഫിക്. 3 continents and 3 capes എങ്ങനെയായിരുന്നു? 3 continentals and 3 capes. കോണ്ടിനെൻറ്റ്സ് ഞാൻ കണ്ടിട്ടില്ല. ഐ ഡിഡ്ന്റ് സീ എനി ഓഫ് ദ കോണ്ടിനെൻറ്റ്സ്. കേപ്പ് ഹോൺ കണ്ടായിരുന്നു ഞാൻ, ബട്ട് അന്ന് ഭയങ്കര ഫോഗി ഡേ ആയിരുന്നു. 2 കിലോമീറ്റർ അടുത്ത് എത്തിയിട്ടും ഒരു ഔട്ട്ലൈൻ മാത്രമേ കണ്ടുള്ളൂ കേപ്പ് ഹോണിൻ്റെ. പിന്നെ കടലിൽ ഒരു വ്യത്യാസമില്ല, ഇറ്റ്സ് ഓൾ ദ സെയിം. കടലിൽ എന്ന് വെച്ചാൽ ഇന്ത്യൻ ഓഷൻ, പസഫിക് ആൻഡ് അറ്റ്ലാന്റിക്, ഇതിലൊരു വ്യത്യാസമില്ല. പക്ഷേ നോർത്ത് സൗത്ത് വ്യത്യാസമുണ്ട് ഈ വെയിൽ കാരണം, ചൂട് കാരണം. ഇക്വേറ്ററിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഈ പറക്കുന്ന പക്ഷി, ഫ്ലൈങ് ഫിഷ് എല്ലാം ഉണ്ട്. അല്ലാത്ത ബേർഡ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബേർഡ്സ് യൂസ് ചെയ്യും. ഇത് സൗത്തിലേക്ക് പോകുമ്പം ഈ ബേർഡ്സ് എല്ലാം പോവും. യു സ്റ്റാർട്ട് സീയിങ് ആൽബട്രോസസ്, ബ്രൗൺ ആൽബട്രോസ്. കുറേ കൂടെ സൗത്തിലോട്ട് പോകുമ്പോൾ യു സ്റ്റാർട്ട് സീയിങ് വൈറ്റ് ആൽബട്രോസ്. ഇനി അൺഫർഗറ്റബിൾ, മറക്കാൻ പറ്റാത്ത ഒരു നിമിഷം? സൗത്ത് അറ്റ്ലാന്റിക്കിലൊരു തിമിംഗലം എൻ്റെ പുറകെ കൂടിയായിരുന്നു. ഇപ്പോൾ കൊടുങ്കാറ്റ് വന്നാൽ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റും, തിമിംഗലം പുറകെ കൂടി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പിന്നെ ബർത്ത്ഡേ അന്ന് ഡോൾഫിൻസ് ഉണ്ടായിരുന്നു ബോട്ടിൻ്റെ അടുത്ത്. കേപ്പ് ഹോൺ ടൗണിൽ അന്ന് ഡോൾഫിൻസ് ഉണ്ടായിരുന്നു. ഇത് വാസ് നൈസ് മൊമെന്റ്സ്. കീർത്തി ചക്ര അവാർഡ് കിട്ടിയപ്പോൾ എന്താണ്? It was a day of mixed emotions for me. 15 It is the August. second prestigious award of India, right? Yeah. അപ്പോൾ ആ ഒരു അവാർഡ് എന്തായിരുന്നു? മത്ലബ് ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അവരുടെ ഒരു എക്സ്പെക്ടേഷൻസ്? അത് ഗ്യാരണ്ടി അവാർഡ് എന്തെങ്കിലും കിട്ടുമെന്ന് അറിയായിരുന്നു. പിന്നെ കമാൻഡർ ധോണിക്ക് ശൗര്യ ചക്ര കൊടുത്തത്. ഐ വാസ് എക്സ്പെക്ടിങ് സംതിങ് മോർ. സോ ഐ വാസ് എക്സ്പെക്ടിങ് അറ്റ്ലീസ്റ്റ് എ കീർത്തി ചക്ര. സോ ഹാപ്പി വെൻ ഐ ഗോട്ട് ദി അവാർഡ്. പക്ഷേ ആ അവാർഡ് അതിൻ്റെ ന്യൂസ് ബ്രേക്ക് ചെയ്ത് അന്ന്, ആ ബ്രേക്ക് ചെയ്തതിന് കുറച്ച് മണിക്കൂർ മുമ്പായിരുന്നു ആ സബ്മറീൻ്റെ ആക്സിഡൻറ്റ് നടന്നത്. അപ്പോൾ ഐ വാസ് റിയലി ഇൻ എ വെരി നോട്ട് ഇൻ എ വെരി ഹാപ്പി മൂഡ്. 18 പേര് നേരിൽ നിന്ന് മരിച്ച അന്നാണ് എനിക്ക് ഈ അവാർഡിൻ്റെ ന്യൂസ് കിട്ടുന്നത്. സോ ഐ വാസ് നോട്ട് റിയലി സെലിബ്രേറ്റിംഗ്. പിന്നെ എൻ്റെ ഫോണിൻ്റെ ബാറ്ററി ഡെഡായി. അപ്പോൾ ഒരു 8 മണിക്ക് രാത്രിക്കാണ് പിന്നെ ഫോൺ ഓൺ ചെയ്തത്. അതും കുറേ മടിയോടുകൂടി ഓൺ ചെയ്തത്. ഓൺ ചെയ്തപ്പം സഡൻലി സോ മെനി ഫോൺ കോൾസ്, കൺഗ്രാറ്റുലേഷൻസ് എല്ലാം ഉണ്ടാവും. ഇതല്ലാണ്ട് വേറെ ഏതെങ്കിലും അവാർഡ് ഫ്രം ഗവൺമെൻറ് ഓ എനി അതർ ഇൻസ്റ്റിറ്റ്യൂട്ട് കിട്ടാൻ? സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് എനിക്ക് തെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അഗെയിൻ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് എനിക്ക് കീർത്തി ചക്ര കിട്ടിയിട്ടുണ്ട്. സോഷ്യൽ ആക്ടിവിറ്റീസിൽ എന്തെങ്കിലും പങ്കെടുക്കാനുണ്ടോ? See, I cannot overtly take part in any social activity because of my restrictions, because of my job and all. പക്ഷേ അതല്ലെങ്കിൽ whenever I go and speak, എവിടെയെങ്കിലും ഞാൻ ഈ സർക്കംനാവിഗേഷനെ പറ്റി ലെക്ചറോ എല്ലാം കൊടുക്കാൻ പോകണമെങ്കിൽ I always give a message of being socially responsible towards your environment. Any social cause that you strongly feel that you should fight for it or something? അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറേ സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് നമ്മുടെ കൺട്രിയിൽ സോഷ്യൽ പ്രോബ്ലംസേ ഉള്ളൂ. ഒരു ഇഫ് ഐ ടു ടേക്ക് വൺ ഏരിയ, ഏതിലും ഒരു ഏരിയ എനിക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ദാറ്റ് വിൽ ബി ഫോർ സ്പ്രെഡിങ് അവെയർനെസ് അബൌട്ട് അഡ്വെഞ്ചർ ഇൻ ദ യൂത്ത്. ഓക്കെ, നമ്മുടെ യൂത്ത് അല്ലെങ്കിൽ ഏത് കൺട്രി, യൂത്ത് ഇസ് ദാറ്റ് ഏജ് വെൻ ദ ഫുൾ ഓഫ് എനർജീസ്. ഇവർക്ക് ഒത്തിരി എനർജി ഉണ്ട്. പക്ഷേ എവിടെയാണ് എങ്ങനെയാണ് അത് ചാനൽ ചെയ്യേണ്ടതെന്ന് വളരെ ചുരുക്കം പേർക്ക് അറിയാവുള്ളൂ. അപ്പം ഇവർ കിട്ടുന്നിടത്ത് പോയിട്ട് അത് എക്സ്പെൻഡ് ചെയ്യുമോ, മോട്ടോർ സൈക്കിൾ എടുത്ത് റോഡ് റേസ് ചെയ്യുമോ,
ഇങ്ങനെയൊക്കെ ഒരു ഓർഗനൈസ്ഡ് റിസ്ക് ഫ്രീ എൻവയൺമെൻറ്റിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. ദാറ്റ്സ് ഐ തിങ്ക് വാട്ട് ഗവൺമെൻറ് ഷുഡ് ഡു. ഈ സെയിൽ ചെയ്തത് വീണ്ടും റീലീവ് ചെയ്യണോ? അതായത് ഈ അഡ്വെഞ്ചറസ് മൂവ്മെൻറ്റ് 150 ഡേയ്സിൻ്റെ അത് വീണ്ടും റീലിവ് ചെയ്യണം എന്നൊരാഗ്രഹമുണ്ടോ? ഒരു സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐ വോണ്ട് ടു ഗോ വൺസ് അഗൈൻ. അത് പ്രസിഡന്റ് മുന്നേ സ്പീച്ച് കൊടുത്തപ്പോൾ അവസാനം ഞാൻ വന്നു, സർ ക്യാൻ ഐ ഗോ ഫോർ വൺ മോർ റൗണ്ട്. എനിക്ക് ഐ ഹാവ് എ സ്ട്രോങ് ഡിസയർ ടു സെയിൽ, ഫ്ലൈ, കീപ് സർക്കംനാവിഗേറ്റിംഗ്. ഇത്രയും നേരം അങ്ങയുടെ വിലയേറിയ നിമിഷം നമ്മളോട് ചെലവഴിച്ചതിന് നന്ദി.